പൊളി സാധനമാണ് പൊളി. പൂവാറ് വന്നാൽ ഞാൻ ഇവിടെ എന്തായാലും കയറിയിരിക്കും. ഫൈസലേക്ക് എൻ്റെ സർവത്ത് പൊളി സർവത്താണ് ബ്രോ, സൂപ്പറായിട്ട് ഇടും അതിൽ മിൽക്കെല്ലാം. ആ ഫ്ലേവർ പറഞ്ഞ പുള്ളി അതേ രീതിയിൽ നമുക്ക് ചെയ്തു തരാറുണ്ട്. കൊള്ളാം, നൈസായിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിൻ്റെ അകത്ത് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സംഭവം എന്ന് വെച്ചാൽ കുടിക്കുമ്പോൾ കറണ്ട് അടിച്ച പോലെയൊക്കെ തോന്നും. ഹായ് നമസ്കാരം, നെയ്യാർ ടൈംസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ സ്വന്തം നാട്, അതായത് ഞങ്ങളുടെ വ്ളോഗിലുള്ള മെജോറിറ്റി ആൾക്കാരുടെയും ഒരു വീടെന്ന് പറയുന്ന പൂവാറ് കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ദൂര സ്ഥലത്തൊക്കെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് പൂവാറിൽ എന്തുണ്ട്, എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നൊക്കെ. അപ്പോൾ തന്നെ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൊക്കെ പല വ്ളോഗേഴ്സും ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് എടുത്ത് അയച്ചു കൊടുക്കാറ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനൊന്നുമില്ലല്ലോ വേറെ, അപ്പോൾ ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. പൂവാറ് വരുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ എന്ന് പറയുന്നത് വളരെ ഒരു ചൂടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നല്ല ചൂടൊക്കെ ഉള്ള സ്ഥലമാണ്. വൈകുന്നേരം ആകുമ്പോൾ നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പോൾ ഉച്ച സമയത്ത് ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ കുറേ ഡ്രിങ്ക്സും അതുപോലെ തന്നെ കുലുക്കി സർവ്വത്ത് ഐറ്റങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ചെറിയൊരു കട നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയാണ്. ഫൈസൽ ഖാൻ്റെ കുലുക്കി സർവ്വത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫേമസ് ആണ്. അപ്പോൾ ആ കടയിലേക്കാണ് ഇന്ന് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പൂവാറിനെ കുറിച്ച് കുറച്ചുള്ള കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകുന്നു. അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ജറതെന്ന കിളികളും ചുടുകാറ്റിനൊള്ളികളും ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും കരിവണ്ടി നിറമൊത്ത മുടി വടിവാലും കവിൾ തടമലരുടെ പുതു ഇതളാലും കമറൊളി മയങ്ങുന്ന മുഖം തെളിവാലും സുവർണ ചുണ്ടന കീപ്പം ചിരിത് കാട്ടും. പൂവാർ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ നെയ്യാർ ഒഴുകുന്ന കുട്ടനാട് പോലെയുള്ള ഒരു തീരപ്രദേശമാണ്. കണ്ടൽക്കാടും കായലും ടൂറിസവും കുറേ ജീവിതങ്ങളും ചേർന്നുള്ള ഒരു സംഗമ സ്ഥലം. പണ്ട് തിരുവിതാംകൂർ രാജഭരണ കാലത്ത് തോവാളയിൽ നിന്ന് നമ്മുടെ പപ്പനാവന്റെ മണ്ണിലേക്ക് പൂവ് കൊണ്ടുവരാൻ ജലമാർഗം നിർമ്മിച്ചൊരു കൈവഴിയാണ് പൂവാറ് എന്നാണ് ഇവിടുത്തെ കേട്ടുകേൾവി. അപ്പൊ അതവിടെ നിൽക്കട്ടെ, പൂവാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കാണാം ഇതൊക്കെ. പൂവാറിൽ നിന്നും ഊരമ്പ് പോകുന്ന വഴിക്ക് പൂവാർ പാലം കഴിഞ്ഞ് ഫെഡറൽ ബാങ്കിനും പെട്രോൾ പമ്പിനും എതിർവശത്തായി തണൽ മരങ്ങളും പ്രകൃതി രമണീയതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പോട്ടുണ്ട്. കിടിലൻ അട്രാക്റ്റീവ് സ്പോട്ട്, നമ്മുടെ ഫൈസൽ ഖാന്റെ കുലുക്കി സർവത്ത്. വെറും ഫൈസലായിരുന്ന നമ്മുടെ ചങ്കിനെ കുലുക്കി ഫൈസൽ എന്നും ഫൈസൽ കുലുക്കി എന്നും നാട്ടുകാർ വിളിക്കാൻ തുടങ്ങിയതിന് പിന്നിൽ ഒരു സീക്രട്ട് ഉണ്ട്. അതൊരു പാരമ്പര്യ രഹസ്യമാണ്. കാണുന്നവർക്ക് ഈ ചുള്ളൻ ചെക്കനെ കണ്ട ശേഷം ഇതിലെന്ത് പാരമ്പര്യം, ഇതൊരു ന്യൂജൻ ചുള്ളനല്ലേ എന്ന് തോന്നിപ്പോകും. പാരമ്പര്യത്തിനൊക്കെ എന്ത് ജനറേഷൻ ഗ്യാപ്പ് ബ്രോ. നമ്മളിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഫൈസലേട്ടനൊക്കെ നല്ല അറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണോ ആവശ്യം ആ ഫ്ലേവർ പറഞ്ഞ പുള്ളി അതേ രീതിയിൽ നമുക്ക് ചെയ്തു തരാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കുടിക്കുന്ന പേരൊക്കെയാണ്. എല്ലാം ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരു 30-40 റേഞ്ചിനൊക്കെ ഉള്ളൂ. നല്ല ക്വാളിറ്റിയിൽ ചെയ്തു തരും. എൻ്റെ വീട് താന്നുകൂടാണ്. പൂവാറ് വന്നാൽ ഞാൻ ഇവിടെ എന്തായാലും കയറിയിരിക്കും. കയറി ഒരു കുലുക്കി കുടിച്ചിട്ടേ പോകും. അതാണ് ഇവിടുത്തെ കുലുക്കിയുടെ പ്രത്യേകത. ഡെയിലി തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പോൾ ഇത് റിഫ്രഷ്മെൻ്റ് ആണ് ബ്രോ, സൂപ്പറായിട്ട് ഇടും അതിൽ മിൽക്കെല്ലാം. പൊളി സാധനമാണ് പൊളി. ഫൈസലേക്ക് കുലുക്കി സർവത്ത് പൊളിയാണ്, രക്ഷയില്ല. ഇത്രയും തള്ളിമറിക്കാൻ ഒരു കാരണവുമുണ്ട്. ഇവിടുത്തെ സർവ്വത്ത് ഒരു പ്രത്യേക രുചിയാണ്. പൂർവികരിൽ നിന്ന് കൈമാറി കിട്ടിയ ഒരു മധുരക്കൂട്ട്. എങ്ങനെ പൂർവികരിൽ നിന്നും കൈമാറി കിട്ടിയ ഒരു മധുരക്കൂട്ട്. ആദ്യം തന്നെ സംഭവം. ഞാൻ ഒരു തടവ സൊന്ന 100 തടവ സൊന്ന മാതിരി കേട്ടില്ലേ തലവരുടെ വാക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കാര്യം. ഇവിടെ നിന്ന് ഒരു സർവത്ത് കുടിച്ചാൽ 100 സർവത്ത് കുടിച്ച മാതിരിയാണ്. നമ്മളെ പഴയ കാലത്തേക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. എനിക്ക് വളരെ പേഴ്സണലായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് ട്രൈ ചെയ്യണം. സൂപ്പറാണ്. അന്തരീക്ഷമായാലും ഇവിടുത്തെ ഐറ്റംസ് ആണെങ്കിലും അവിൽ മിൽക്ക്, ബൂസ്റ്റ് കുലുക്കി, ഹോർലിക്സ് കുലുക്കി, റോസ് മിൽക്ക്, മൊജിറ്റോ, പിന്നെ 13-ലധികം വെറൈറ്റി ഫ്ലേവറിൽ കിട്ടുന്ന ഫൈസൽ ഖാന്റെ കൈപുണ്യത്തിൽ കുലുക്കിയെടുക്കുന്ന കുലുക്കി സർവത്ത്. ആകെ മൊത്തത്തിൽ പൂവാർ വരുന്നവരും പൂവാർ കാണാൻ വരുന്നവരും പൂവാർ വഴി പോകുന്നവരും പൂവാർ വന്നിട്ടില്ലാത്തവരും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് പൂവാർ ഫൈസൽ ഖാന്റെ കുലുക്കി സർവത്ത്. ചെറിയൊരു കടയാണ്, പക്ഷെ സ്നേഹം കൊണ്ട് ഉപയോഗം കൊണ്ട് സംഗതി വലുതാണ്. ഞാനീ കുടിക്കുന്നത് ബ്ലാക്ക്ബെറിയിലുണ്ടാക്കിയ ബ്ലാക്ക് കറണ്ട് എന്നാണ് ഒരു പേരെനിക്ക് കിട്ടിയത്. സംഭവം എന്ന് വെച്ചാൽ കുടിക്കുമ്പോൾ കറണ്ട് അടിച്ച പോലെയൊക്കെ തോന്നും. അതൊരു വെറൈറ്റിയാണ്. ഈ തണുത്ത ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റങ്ങൾ കുടിച്ചിട്ടുണ്ട്. ഷാർജ അങ്ങനെയൊക്കെയുള്ള. പക്ഷേ ആദ്യമാണ് ഇങ്ങനെ ഒരു ഹോർലിക്സ് ഡ്രിങ്ക്സ് പോലെ ഹോർലിക്സ് കലക്കി. ഹോർലിക്സ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സംഭവം സൂപ്പറാണ്. ബൂസ്റ്റ് സർവത്താണ്.
കൊള്ളാം, നൈസായിട്ടുണ്ട്. മൊജൂറ്റയാണ്, സൂപ്പർ സാധനമാണ്. ഇതിൽ വന്നിരിക്കുന്ന ഫ്ലേവർ എന്ന് പറയുമ്പോൾ പൈനാപ്പിളും കരിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്യാസിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 7-Upൻ്റെ കണ്ടൻറ്റ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഫൈസൽ ഖാന്റെ പ്രിയ പത്നിയുടെ കൈപുണ്യത്തിൽ ഹോം മെയ്ഡായി തയ്യാറാക്കിയെടുക്കുന്ന വിവിധ അച്ചാറുകൾ അതുകൂടെ ഉണ്ട്, അടിപൊളിയാണ്. ഒരിക്കൽ പറഞ്ഞ പോലെ സൂപ്പർ അച്ചാറാണ്. നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, കാന്താരി, കാരക്ക, വെളുത്തുള്ളി ഇതിലൊക്കെ അച്ചാർ കിട്ടും. അതുപോലെ തന്നെ വെറൈറ്റി മസാല പുരട്ടുണ്ട്, അത് പറയാനൊന്നുമില്ല, അത്രയ്ക്ക് പൊളി. ഉണക്കമാങ്ങ, ഉണക്കനാരങ്ങ, കാരക്ക ഇതൊക്കെയാണ് ഇവിടുത്തെ പെരട്ട് ഐറ്റംസ്. പിന്നെ ഉപ്പിലിട്ടത് മാങ്ങ, നെല്ലിക്ക, കാരക്ക, ചാമ്പയ്ക്ക, ലോലോലിക്ക തുടങ്ങിയ അല്ലറ കിടുപിടി ഐറ്റംസ് എല്ലാം ഉണ്ടെന്ന്. പിന്നെ കൂടുതൽ പേരും ചോദിച്ചു വാങ്ങുന്നത് മാങ്ങപ്പരട്ടാണ്. ഞാനും ട്രൈ ചെയ്തു, ഒരു രക്ഷയില്ല, ഗംഭീരം. ഇവരുടെ മസാലയാണ് ബ്രോ മാസ്, വെറും മാസല്ല മരണമാസാണ്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പൂവാർ വരുന്നവരും പോകുന്നവരും ജസ്റ്റ് ട്രൈ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ചെയ്യണേ.